Hi viewers, today we are going to discuss about theories of learning. Learning theories or how learning occurs. The most basic purpose of learning theory, like any other, is to better explain how learning occurs. മറ്റേതൊരു തിയറിയെ പോലെയും ലേണിംഗ് തിയറി പഠിക്കുന്നതിൻ്റെ പ്രത്യേകത ലേണിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലേണിംഗ് തിയറീസിലാണ്. അതിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് സംഭവിക്കുന്നത്. The most important theories are classical conditioning, operant conditioning, cognitive theory and social learning theory. Let us discuss in detail. According to classical conditioning theory, when an unconditioned stimulus is paired with a conditioned stimulus, it elicits an unconditioned behavior. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അനുസരിച്ച് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചുറ്റും കാണുന്ന സ്റ്റിമുലസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റിമുലസ്, ഉദാഹരണത്തിന് ഫുഡ്, അത് സ്വാഭാവികമായിട്ടും ഉള്ളൊരു സ്റ്റിമുലസ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. നമുക്കത് ആവശ്യമാണ്, നമ്മൾ മനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതല്ല. അത് വിശക്കുമ്പോൾ ഫുഡ് വേണം, അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു സ്റ്റിമുലസാണ്. ആ ഒരു സ്റ്റിമുലസ് ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസുമായിട്ട് ചേർന്നാൽ, കണ്ടീഷൻ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു സ്റ്റിമുലസ്. ഫുഡ് പോലെയല്ല, ഫുഡ് നമുക്ക് സ്വാഭാവികമായിട്ട് ആവശ്യമുള്ളത്, അതല്ലാതെ മനഃപൂർവ്വമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റിമുലസുമായിട്ട് ചേരുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു അൺകണ്ടീഷൻഡ് ബിഹേവിയറാണ് ഉണ്ടാകുക. അൺകണ്ടീഷൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടുന്ന ബിഹേവിയർ തന്നെയാണ്, സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്നുണ്ടാകുന്ന ഒരു റെസ്പോൺസാണത്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അനുസരിച്ച് എന്താണ് പറയുന്നത്? ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് സ്റ്റിമുലസും ചേർന്നാൽ അതിൽ നിന്നും അൺകണ്ടീഷൻഡ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് ഉണ്ടാകുന്നത്. ദിസ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ഇവാൻ പാവ്ലോവ് ബേസ്ഡ് ഓൺ ആൻ എക്സ്പെരിമെൻറ്റ്. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് റഷ്യൻ സൈക്കോളജിസ്റ്റായ ഇവാൻ പാവ്ലോവ് ആണ്. ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിലാണ് അദ്ദേഹം ഇത് പ്രൂവ് ചെയ്തത്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമുക്കും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ. To prove this, Pavlov conducted an experiment on a dog and tried to relate the dog's salivation and the ringing of bell. അപ്പോൾ ഒരു അൺകണ്ടീഷൻ സ്റ്റിമുലസും കണ്ടീഷൻ സ്റ്റിമുലസും കൂടെ ചേർന്നാൽ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള ബിഹേവിയറിന് കാരണമാകും എന്നുള്ള തിയറി പ്രൂവ് ചെയ്തത് ഒരു ഡോഗിനെ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ്. ആ എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം ശ്രമിച്ചത് ഇതാണ്: ഡോഗിൻ്റെ സലീവേഷൻ എന്ന് വെച്ചാൽ ഫുഡ് കണ്ടാൽ ഡോഗ് സലീവ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, അതിനെയാണ് സലീവേഷൻ എന്ന് പറയുന്നത്. ആ സലീവേഷനും ഒരു ബെല്ലിൻ്റെ സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. When Pavlov presented the dog with the food is unconditioned stimulus. The dog exhibited a noticeable increase in salivation. Salivation is unconditioned response. അപ്പോൾ അദ്ദേഹം ഡോഗിൻ്റെ മുമ്പിൽ മീറ്റാണ് ഫുഡായിട്ട് വെക്കുന്നത് അവിടെ. അപ്പോൾ ആ മീറ്റ് കാണുമ്പോൾ തന്നെയും ഡോഗ് സലീവ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഫുഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. കാരണം ഡോഗിന് ഫുഡ് കൊടുത്തേ മതിയാകൂ, മറ്റു ഉപാധികളൊന്നും അതിനകത്ത് ബാധകമല്ല. അതുകൊണ്ടാണ് അതിനെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അത് കാണുമ്പോൾ തന്നെ ഡോഗ് സലീവ പ്രൊഡ്യൂസ് ചെയ്യും. അത് നാച്ചുറലായിട്ട് ഡോഗ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. മറ്റ് കണ്ടീഷനൊന്നും ഡോഗിനെ സംബന്ധിച്ച് ഇല്ല. ഫുഡ് കണ്ടാൽ ഉടനെ ഡോഗ് സലീവ പ്രൊഡ്യൂസ് ചെയ്യും, തികച്ചും നാച്ചുറലാണ്. ബട്ട് വെൻ മിയർലി ബെൽ വാസ് റാങ്, നോ സലീവേഷൻ വാസ് നോട്ടൈസ്ഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമം എന്താണ്?
ബെല്ലിൻ്റെ സൗണ്ടും സലൈവേഷനും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ നോക്കിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. അദ്ദേഹം അതിനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഫുഡ് കൊടുക്കാതെ വെറുതെ ബെല്ല് മാത്രം അടിക്കുകയാണ്, ബെല്ലിൻ്റെ സൗണ്ട് മാത്രം കേൾപ്പിക്കുമ്പോൾ സലൈവ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. Then Pavlov proceeded to link the food and the ringing of the bell. അതിനുശേഷം പാവ്ലോവ് ഫുഡും അതുപോലെ ബെല്ലിൻ്റെ സൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്ത് പഠനം തുടർന്നു. അതെങ്ങനെയാണ്? ആഫ്റ്റർ റിപ്പീറ്റ്ലി ഹിയറിംഗ് ദ ബെൽ ബിഫോർ ഗെറ്റിംഗ് ദ ഫുഡ് ദ ഡോഗ് ബിഗാൻ ടു സലൈവേറ്റ് ആസ് സൂൺ ആസ് ദ ബെൽ റാങ്. ഫുഡും ബെല്ലിൻ്റെ സൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്ത വിധം ഇങ്ങനെയായിരുന്നു. ഫുഡ് കൊടുത്ത ഉടനെ തന്നെയും ബെല്ലിൻ്റെ സൗണ്ട് കേൾപ്പിക്കും. അപ്പോൾ ഡോഗിന് ഫുഡ് അങ്ങോട്ട് കൊടുക്കും, ഉടനെ തന്നെ ആ ബെല്ലിൻ്റെ സൗണ്ടും അതിനെ കേൾപ്പിക്കും. അത് കുറേ തവണ റിപ്പീറ്റ് ചെയ്തു, പല തവണ ഫുഡ് കൊടുത്ത ഉടനെ തന്നെയും ബെല്ലിൻ്റെ സൗണ്ടും കേൾപ്പിക്കുക. ഈ രീതിയിലാണ് ഫുഡും ആ ഒരു ബെല്ലിൻ്റെ സൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്തത്. After a while, the dog would salivate merely at the sound of the bell, even if no food was offered. അത് കുറേ തവണ റിപ്പീറ്റ് ചെയ്തു. ഫുഡിനോടൊപ്പം ബെല്ലിൻ്റെ സൗണ്ടും കേൾക്കുന്നത് കുറേ തവണ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഫുഡ് നൽകാതെ വെറുതെ ബെല്ലിൻ്റെ സൗണ്ട് കേൾപ്പിച്ചാലും ഡോഗ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. In effect, the dog was learned to respond or salivate to the bell. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഡോഗ് ബെല്ലിൻ്റെ സൗണ്ട് മാത്രം കേട്ടുകൊണ്ട് സലൈവ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടത് അറിഞ്ഞു കഴിഞ്ഞു. അത് ആ രീതിയിലേക്ക് അത് എത്തിക്കഴിഞ്ഞു. മുൻപ് അങ്ങനെ അതിന് സാധിക്കുമായിരുന്നില്ല. ഫുഡ് കണ്ടെങ്കിൽ മാത്രമേ അത് സലൈവ പ്രൊഡ്യൂസ് ചെയ്യാൻ അതിന് കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് ഫുഡ്. ബെല്ലാണ് അവിടെ കണ്ടീഷൻ സ്റ്റിമുലസ് ആയിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നപ്പോൾ ആ ഡോഗിൻ്റെ സ്വാഭാവികമായിട്ടുള്ള റെസ്പോൺസ്, അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസായ ആ സലൈവേഷൻ, അതായത് ആ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ആ ബിഹേവിയർ അവിടെ കാണിച്ചു. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. From the brief description given above, certain key concepts of classical conditioning can now be introduced. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്ത ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ചുള്ള എക്സ്പെരിമെൻറ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലെ കുറച്ച് കീ കോൺസെപ്റ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. Salivation in response to food is natural, unlearned response. This is unconditioned reflex. ഫുഡ് കണ്ട ഉടനെ തന്നെയും സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ സലൈവേഷൻ എന്ന് പറയുന്നത് ഒരു അൺലേൺഡ് റെസ്പോൺസാണ്. അൺലേൺഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആരും ആ ഡോഗിനെ പഠിപ്പിക്കാതെ തന്നെയും ഫുഡ് കണ്ട ഉടനെ തന്നെയും അത് സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് അൺലേൺഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു ടേമാണ് അൺകണ്ടീഷൻഡ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഫലനം. അതാണ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ആ സ്റ്റിമുലസിൽ നിന്നും ഉണ്ടായ ഒരു ബിഹേവിയർ. റിഫ്ലെക്സ് മീൻസ് പ്രതിഫലനം എന്ന് വെച്ചാൽ ഒരു സ്റ്റിമുലസിൽ നിന്നും ഉണ്ടായ ഒരു പ്രവൃത്തി, പെട്ടെന്നുണ്ടായ ഒരു മാറ്റം, അതാണ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അൺലേൺഡ് ആയിട്ടുള്ള ആ റെസ്പോൺസിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രതിഫലനമാണ് ഫുഡ് കണ്ടപ്പോൾ. ദ ഫുഡ് ഈസ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഓൾറെഡി നമ്മളത് പറഞ്ഞതാണ്. ഫുഡ് ഒരു അൺകണ്ടീഷൻ സ്റ്റിമുലസ് ആണ്, സ്വാഭാവികമായിട്ടും പ്രൊവൈഡ് ചെയ്യപ്പെടേണ്ട ഒരു സ്റ്റിമുലസ് ആണ്. When the repeated presentation of the bell followed by food led dog to salivate in response to the bell alone, this salivation is conditioned reflex. നമ്മൾ നേരത്തെ എക്സ്പെരിമെൻറ്റിൽ കണ്ടതാണ്. ഫുഡ് കൊടുത്താൽ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും,
ബെല്ലിൻ്റെ സൗണ്ട് മാത്രം കേൾപ്പിച്ചപ്പോൾ സലൈവ പ്രൊഡ്യൂസ് ചെയ്തില്ല. പക്ഷെ പിന്നീട് ഫുഡും അതിനോടൊപ്പം ബെല്ലിൻ്റെ സൗണ്ടും കേൾപ്പിച്ചു. അത് പല തവണ റിപ്പീറ്റ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ദിസ് ലെറ്റ് ഡോഗ് ടു സലൈവേറ്റ് ഇൻ റെസ്പോൺസ് ടു ദ ബെൽ എലോൺ. അങ്ങനെ ഫുഡ് കൊടുത്ത ഉടനെ ബെല്ലിൻ്റെ സൗണ്ട് കേൾപ്പിക്കുന്ന അത് പല തവണ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ബെല്ലിൻ്റെ സൗണ്ട് മാത്രം കേൾപ്പിച്ചപ്പോൾ ഡോഗ് സലൈവ പ്രൊഡ്യൂസ് ചെയ്തു. അതിനെയാണ് കണ്ടീഷൻഡ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബെല്ല് അവിടെ ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഫുഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണെങ്കിൽ ബെല്ലൊരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. നമ്മൾ മനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതിൻ്റെ ഫലമായിട്ട് ആ ബെല്ലിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഉണ്ടാകുന്ന സലീവേഷനെയും കണ്ടീഷൻഡ് റിഫ്ലെക്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കണ്ടീഷൻഡ് സ്റ്റിമുലസിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രതിഫലനമാണ്, ഒരു മാറ്റമാണ് കണ്ടീഷൻഡ് റിഫ്ലെക്സ്. The limitations of classical conditioning theory. The human beings are more complex than dog but less amenable to simple cause and effect relationship. ഹ്യൂമൻ ബീങ്സ് ഡോഗിനെ പോലെ അല്ലല്ലോ, വളരെ സങ്കീർണമായിട്ടുള്ള മാനസികാവസ്ഥയുള്ളതാണ്. മനുഷ്യരങ്ങനെയല്ലേ, കോംപ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്ന അതാണ്, വളരെ സങ്കീർണമായിട്ടുള്ള സൈക്കോളജിയൊക്കെ ഉള്ളവരാണ് ഹ്യൂമൻ ബീങ്സ്. ബട്ട് ലെസ് അമിനബിൾ ടു സിമ്പിൾ കോസ് ആൻഡ് എഫക്റ്റ് കണ്ടീഷനിങ്. കോസ് ആൻഡ് എഫക്റ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് കൊടുത്തപ്പോൾ സലൈവ പ്രൊഡ്യൂസ് ചെയ്തു, പിന്നീട് ഫുഡും ബെല്ലും അങ്ങനെ നൽകിയപ്പോൾ സലൈവ പ്രൊഡ്യൂസ് ചെയ്തു, പിന്നീട് ബെല്ല് മാത്രം കൊടുത്തപ്പോൾ ഡോഗ് സലൈവ പ്രൊഡ്യൂസ് ചെയ്തു. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കോസ് ആൻഡ് എഫക്റ്റ് കണ്ടീഷനിങ് ആണ്. മനസ്സിലായി? ഒരു പ്രത്യേക സ്റ്റിമുലസ് നൽകിയപ്പോൾ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്തു. അതാണ് കോസ് ആൻഡ് എഫക്റ്റ് കണ്ടീഷനിങ്. അപ്പോൾ അത്തരത്തിലുള്ള സിമ്പിൾ കണ്ടീഷനിങ്ങിന് മാറ്റാൻ പറ്റുന്നതല്ല. അതാണ് ലെസ് അമിനബിൾ എന്ന് വെച്ചാൽ ആ രീതിയിൽ മനുഷ്യരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിലുള്ള നിസ്സാരമായിട്ടുള്ള കോസ് ആൻഡ് എഫക്റ്റ് കണ്ടീഷനിങ് കൊണ്ട്. ഡോഗിനെ നമുക്ക് ആ രീതിയിൽ പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കും, പക്ഷേ ഹ്യൂമൻ ബീങ്സിന് ആ രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. The behavioral environment in organizations is also complex. അതുമാത്രവുമല്ല, നമ്മൾ പഠിക്കുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയറാണ്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വേണം നമുക്കിത് പറയാൻ. The behavioral environment in organizations is also complex. ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനിയിലെ എൻവയോൺമെൻറ്റും വളരെ കോംപ്ലക്സ് ആണ്. ഒത്തിരി സങ്കീർണമായിട്ടുള്ള ഒന്നാണ് ഒരു ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ഇതുപോലെ ഇപ്പോൾ ഈ ഡോഗിനെ വെച്ച് നടത്തിയതുപോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിമുലസ് വെച്ച് എംപ്ലോയീസിനെ പഠിപ്പിക്കുവാനോ മനസ്സിലാക്കിയെടുക്കുവാനോ മാറ്റം വരുത്തുവാനോ ഒന്നും സാധ്യമല്ല. The other limitation is that the human decision making process, being complex in nature, makes it possible to override simple conditioning. അടുത്ത ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഹ്യൂമൻ ബീങ്സ് ഒരു ഡിസിഷൻ എടുക്കുന്നത് പല കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ്. ഇവിടെ ഡോഗിൻ്റെ കേസിൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, ഫുഡും ഒരു ബെല്ലിൻ്റെ സൗണ്ടും. അപ്പോൾ അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ല ഹ്യൂമൻ ബീങ്സിൻ്റെ കാര്യത്തിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എല്ലാ ആസ്പെക്ട്സും ചിന്തിക്കും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കണ്ടീഷനിങ് അല്ല ഹ്യൂമൻ ബീങ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ. അവർ എപ്പോഴും ഇതുപോലെയുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ ഓവർറൈഡ് ചെയ്യും. അതിനെ മറികടന്നിട്ട് പല പല ആസ്പെക്ട്സ് കൺസിഡർ ചെയ്തിട്ട് ഡിസിഷൻ എടുക്കും. Another theorist, Skinner, feels that the complex human behavior is better learned through operant conditioning.
അപ്പോൾ ഈ ലിമിറ്റേഷൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ BF സ്കിന്നർ എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ് ഇതുപോലെ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുവാൻ ഓപ്പറാൻഡ് കണ്ടീഷനിങ് തിയറി ഫോർമുലേറ്റ് ചെയ്തു. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്?